144 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമെത്തിയ മഹാകുംഭമേളയെ അവിസ്മരണീയമാക്കുകയാണ് ഉത്തർപ്രദേശ്. ആദ്യ ദിനത്തിൽ മാത്രം പുണ്യസ്നാനം നടത്തിയത് 60 ലക്ഷം വിശ്വാസികളെന്നാണ് കണക്ക്. ഫെബ്രുവരി 26 വരെ നീളുന്ന മഹാമേളയിൽ 40 കോടിയിലേറെ പേർ പങ്കുചേരുമെന്നാണ് കണക്കുകൂട്ടൽ. ഉത്തർപ്രദേശിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ മുതൽക്കൂട്ടാകും മഹാകുംഭമേള. ഏകദേശം 4000 ഹെക്ടറുകളിലായി പടർന്നുകിടക്കുകയാണ് പ്രയാഗ്രാജിലെ മഹാകുംഭമേളയുടെ വേദി. താൽക്കാലിക കൂടാരങ്ങളാൽ ഒരു നഗരം തന്നെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. UP സർക്കാർ 7500 കോടി രൂപ കുംഭമേളയ്ക്കായി ചെലവഴിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 2019 കുംഭമേളയിൽ 25 കോടിയോളം വിശ്വാസികൾ എത്തിയെങ്കിൽ ഇത്തവണ അത് 45 കോടിയിലേക്ക് എത്തുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. ഓരോ ഭക്തനും പ്രയാഗ്രാജിലെത്തി മടങ്ങുന്നതുവരെ ചെലവഴിക്കുന്ന പണം അതിനിർണായക മുതൽക്കൂട്ടാകുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഉത്തർപ്രദേശ് സർക്കാരിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായ KV രാജുവിന്റെ അഭിപ്രായപ്രകാരം 2 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകളാണ് നടക്കേണ്ടത്. കൂടാര നിർമ്മിതികളിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കുമായി 67,000 തെരുവു വിളക്കുകൾ സ്ഥാപിച്ചു. 400 കിലോമീറ്ററോളം ദൈർഘ്യത്തിലാണ് താൽക്കാലിക റോഡുകൾ നിർമ്മിച്ചത്. സ്നാനത്തിനായി 9 ഘട്ടുകളും 30 പോണ്ടൂൺ പാലങ്ങളും നിർമ്മിച്ചു. സുരക്ഷ മുൻനിർത്തി 23,000 CCTV ക്യാമറകളും നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയുള്ള നിരീക്ഷണ സംവിധാനങ്ങളുമുണ്ട്. ശുചിത്വം നിലനിർത്താനായി 1.5 ലക്ഷം ശൗചാലയങ്ങളാണ് തയ്യാറാക്കിയത്. 10,000-ഓളം പേർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ്. വിശ്വാസികളുടെ സുഗമമായ യാത്രയ്ക്കും സൗകര്യങ്ങളേറെയുണ്ട്. 7,000-ലേറെ ബസ്സുകളാണ് നിത്യേന സർവീസ് നടത്തുന്നത്. 3,000 സ്പെഷ്യൽ ട്രെയിനുകൾ ഉൾപ്പെടെ 13,000 ട്രെയിൻ സർവീസ് നടത്തുമെന്നായിരുന്നു കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രഖ്യാപനം. അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അതിഗംഭീരമായി സംഘാടകർ ഒരുക്കിയിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് മഹാകുംഭമേള സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാകുന്നത് എന്ന് പരിശോധിക്കാം. ആതിഥ്യം, ഗതാഗതം, വിനോദസഞ്ചാരം, ചില്ലറ വ്യാപാരം തുടങ്ങിയ മേഖലകളെയാണ് മഹാകുംഭമേള ഏറ്റവുമധികം പോഷിപ്പിക്കുക. ആത്മീയ വിനോദസഞ്ചാരത്തിന് മഹാകുംഭമേള ആക്കം കൂട്ടുമെന്ന് UP സർക്കാർ കണക്കുകൂട്ടുന്നു. മഹാകുംഭമേള നോഡൽ ഓഫീസർ വിജയ് ആനന്ദിന്റെ നിരീക്ഷണമനുസരിച്ച് നികുതി വാടക ഇനങ്ങളിലായി 25,000 കോടി രൂപ സർക്കാരിന് ലഭിക്കും. പൂക്കൾ വിൽക്കുന്നവർ, റിക്ഷ ഓടിക്കുന്നവർ, ഹോട്ടൽ വ്യവസായികൾ, ട്രാവൽ ഏജൻസികൾ എന്നിവരിൽ നിന്നെല്ലാം പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗണ്യമായ സംഭാവന കിട്ടും. പ്രയാഗ്രാജിന് പുറമെ വാരാണസി, അയോധ്യ, മധുര എന്നീ ആത്മീയ കേന്ദ്രങ്ങളിലും മഹാകുംഭമേളയോടനുബന്ധിച്ച് വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നു. 5,500 കോടി രൂപയുടെ പദ്ധതികളാണ് ഡിസംബറിൽ നഗരത്തിന്റെ അടിസ്ഥാന വികസനത്തിനായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. വലിയ തോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും മഹാകുംഭമേള ഇടവച്ചിട്ടുണ്ട്. 45,000-ഓളം കുടുംബങ്ങൾക്കാണ് മേളയുടെ നടത്തിപ്പിന്റെ ഭാഗമായി തൊഴിൽ ലഭിച്ചത്. വൻകിട ബ്രാൻഡുകളാണ് മഹാകുംഭമേളയുടെ വേദിയിൽ പരസ്യങ്ങൾ സ്ഥാപിക്കാനായി മത്സരിച്ചത്. മഹാകുംഭമേളയുടെ ബ്രാൻഡിങ്ങിനായി ഏകദേശം 3,000 കോടിയോളം രൂപയാണ് വിവിധ കോർപ്പറേറ്റ് ഭീമന്മാർ നൽകുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ആത്മീയ സമ്മേളനത്തിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ കമ്പനികൾ ശ്രമിക്കുന്നുവെന്നാണ് ഇക്കണോമിക്സ് ടൈംസിന്റെ റിപ്പോർട്ട്. ബ്രാൻഡ് UP എന്ന പേരിൽ സംസ്ഥാന സർക്കാരും രംഗത്തു വന്നതോടെ ആത്മീയതയുടെ മഹാമേളയിൽ വാണിജ്യ പോരാട്ടമാണ്.